Twins News. നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നീറ്റ് 2025 പരീക്ഷ മെയ് 4-ന്, അപേക്ഷ മാർച്ച് 7 വരെ. MBBS, BDS, ആയുഷ്, BSc നഴ്സിംഗ് പ്രവേശനത്തിന് നീറ്റ് റാങ്ക്. JEE മെയിൻ 2025 ആദ്യ സെഷൻ ഒഫീഷ്യൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തു. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെയ് 25-ന്, അപേക്ഷ മാർച്ച് 5 മുതൽ. IISc ബാംഗ്ലൂർ പ്രവേശനത്തിനും സാധ്യത. ക്യുസാറ്റ് പരീക്ഷ മെയ് 11-12 തീയതികളിൽ, മാർച്ച് 10 അവസാന തീയതി. സംസ്ഥാനത്ത് ഈ വർഷവും BSc നഴ്സിംഗിന് എൻട്രൻസ് ഇല്ല. 2025 നീറ്റ് പരീക്ഷാ തീയതിയും അനുബന്ധ തീയതികളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. റിപ്പോർട്ടിലേക്ക്. രാജ്യത്ത് പെൻ ആൻഡ് പേപ്പർ മോഡിൽ ഓഫ്ലൈനായി നടക്കുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന നീറ്റ് UG എക്സാമിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. neet.nta.nic.in എന്ന വെബ്സൈറ്റ് വഴി മാർച്ച് 7 വരെ അപേക്ഷിക്കാം. MBBSനും BDSനും ഇന്ത്യയിൽ പ്രവേശനം നേടണമെങ്കിൽ നീറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം. വിദേശത്ത് MBBS പഠിച്ചിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിലും നീറ്റ് ക്വാളിഫൈ ചെയ്യണം. അതുപോലെ ആയുഷിന്റെ കീഴിലുള്ള BAMS, BHMS എന്നിവയ്ക്കും നീറ്റ് സ്കോർ നിർബന്ധമാണ്. വെറ്റിനറിയുടെ ഗവൺമെന്റ് സീറ്റുകളിലും നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചാണ് പ്രവേശനം ലഭിക്കുന്നത്. കേരളത്തിലെ MBBS, BDS, അഗ്രികൾച്ചർ ഉൾപ്പെടെ 13 മെഡിക്കൽ കോഴ്സുകൾക്കും നീറ്റിന്റെ മാർക്ക് അനുസരിച്ച് തയ്യാറാക്കുന്ന കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് പ്രവേശനം. മിലിറ്ററി നഴ്സിംഗ്, ജിപ്മർ, BHU, RAK, മൗലാന പോലെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെയും ചില സ്റ്റേറ്റുകളിലെയും BSc നഴ്സിംഗ് പ്രവേശനത്തിനും നീറ്റ് ഓൾ ഇന്ത്യ റാങ്കാണ് ഉപയോഗിക്കുന്നത്. മുകളിൽ പറഞ്ഞ എല്ലാ കോഴ്സുകൾക്കും നീറ്റിന് അപേക്ഷിക്കുന്നതോടൊപ്പം മറ്റു വെബ്സൈറ്റുകളിലും യഥാസമയം അപേക്ഷകൾ സമർപ്പിക്കണം. ഓൺലൈൻ ആപ്ലിക്കേഷൻ സമയത്ത് കുട്ടികൾ കാറ്റഗറി, അഡ്രസ് എന്നിവയുടെ രേഖകൾ സമർപ്പിക്കണം. ഇന്ത്യയിൽ എക്സാം എഴുതുന്നതിന് 1700 രൂപയും രാജ്യത്തിന് പുറത്ത് 9500 രൂപയുമാണ് അപേക്ഷാ ഫീസ്. എക്സാം സിറ്റി ഏപ്രിൽ 16-ന് വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുകയും മെയ് 1-ന് അഡ്മിറ്റ് കാർഡുകൾ ഇതേ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം. മെയ് 4-ന് ഉച്ചകഴിഞ്ഞ് 2 മുതലാണ് നീറ്റ് എക്സാം. 180 ചോദ്യങ്ങൾക്ക് 180 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക് ജൂൺ 14-ന് പ്രസിദ്ധീകരിക്കും. ജൂലൈ ആദ്യ ആഴ്ച അലോട്ട്മെന്റ് നടപടികളും ആരംഭിക്കും. JEE മെയിൻ 2025 ആദ്യ സെഷന്റെ ഒഫീഷ്യൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ഇമെയിലായി അയച്ചുകൊടുത്ത ചോദ്യപേപ്പറിന്റെയും റെസ്പോൺസിന്റെയും പ്രൊവിഷണൽ ആൻസർ കീയുടെയും അതുപോലെ ക്ലെയിമുകളെല്ലാം പരിശോധിച്ചാണ് ഒഫീഷ്യൽ ആൻസർ കീ NTA പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വെബ്സൈറ്റ് jeemain.nta.nic.in. ആദ്യ സെഷന്റെ പെർസന്റൈൽ സ്കോർ ഫെബ്രുവരി 12-ാം തീയതി പബ്ലിഷ് ചെയ്യും. ഐസറിലെ പ്രവേശനത്തിനായുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെയ് 25-ന് നടക്കും. മാർച്ച് 5 മുതൽ അപേക്ഷകൾ സമർപ്പിക്കാം. വിശദാംശങ്ങളിലേക്ക്. തിരുവനന്തപുരം, ബർഹാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, പൂനെ, തിരുപ്പതി എന്നിവിടങ്ങളിലുള്ള 7 ഐസറുകളിലെയും IISc ബാംഗ്ലൂരിലെയും ബേസിക് സയൻസ് പ്രവേശനത്തിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഉൾപ്പെടുന്ന പ്രവേശന പരീക്ഷ മെയ് 25-ന് നടക്കും. മാർച്ച് 5 മുതൽ iser.admission.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. ഈ വർഷം എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വലിയ ഇളവുകളാണുള്ളത്. +2 ഏത് വർഷം പാസ്സായി എന്ന് നോക്കാതെ 2000 ഒക്ടോബർ 1-ന് ശേഷം ജനിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും പരീക്ഷയ്ക്ക് യോഗ്യത നേടാം. 2ാം വർഷം +2 പരീക്ഷയിൽ 60% മാർക്കുള്ള വിദ്യാർത്ഥികൾക്കും 2025-ൽ ബോർഡ് എക്സാം എഴുതുവാൻ പോകുന്ന എല്ലാവർക്കും അപേക്ഷിക്കാം. IIT മദ്രാസിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സംയോജിത പ്രോഗ്രാമിനും IIT റാങ്ക് ഉപയോഗിക്കും. ക്യുസാറ്റ് ബിടെക് എൻട്രൻസ് എക്സാം CAT മെയ് 11-12 തീയതികളിൽ ഓൺലൈനായി നടത്തും. admissions.cusat.ac.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ ആരംഭിച്ചു. മാർച്ച് 10-നാണ് അവസാന തീയതി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരളത്തിന് പുറത്ത് ഡൽഹി, ബാംഗ്ലൂർ, കൊൽക്കത്ത, മുംബൈ എന്നിവിടങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. നേവൽ ആർക്കിടെക്ചർ, ഫയർ എഞ്ചിനീയറിംഗ്, MSc ഫോട്ടോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് പോലെ വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ പ്രവേശനത്തിനും MSc ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾക്കുമാണ് CAT 2025-ന്റെ റാങ്ക് ഉപയോഗിക്കുന്നത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലിമരക്കാർ ക്യാമ്പസിലെ മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സിന് അപേക്ഷിച്ചവർ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ജൂണിൽ നടക്കുന്ന പ്രവേശന പരീക്ഷയാണ് എഴുതേണ്ടത്. BSc നഴ്സിംഗിന് പ്രവേശന പരീക്ഷ വേണമെന്ന് അഖിലേന്ത്യാ നഴ്സിംഗ് കൌൺസിൽ നിർദ്ദേശം ഇക്കൊല്ലവും സംസ്ഥാനത്ത് നടപ്പാകില്ല. നിലവിൽ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. കഴിഞ്ഞ വർഷം ഉയർന്ന മാർക്കുള്ളവർക്ക് മാത്രമാണ് സർക്കാർ സീറ്റുകളിൽ പ്രവേശനം ലഭിച്ചത്. കേരളത്തിലെ വിദ്യാർത്ഥികൾ ഏറെ ആശ്രയിക്കുന്ന കർണാടകത്തിലെ പ്രവേശന പരീക്ഷയ്ക്കുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.